one first topic is digital system design options and trade-offs, design methodology and technology overview. Over to the topic. So, when you design an IC, what are the key factors or features in optimizing design and trade-off and having the trade-off? So, there are three main factors, that is speed, area, and power. SAP, you have speed, area, and power. അപ്പോൾ ഒരു ഡിജിറ്റൽ ഡിസൈൻ ഓപ്ഷനിലെ ത്രീ മെയിൻ ഫാക്ടേഴ്സ് ആണ് സ്പീഡ്, ഏരിയ ആൻഡ് പവർ. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിപ്പ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അല്ലേ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഒരു സ്മോൾ സൈസ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റേഴ്സ് ഉള്ള ഒരു ചിപ്പ് ആണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അപ്പൊ ചിപ്പിന്റെ സൈസ് ചെറുതാണെങ്കിൽ ഓഫ് കോഴ്സ് ട്രാൻസിസ്റ്റേഴ്സ് ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പൊ ഇലക്ട്രോൺസിന് ട്രാവൽ ചെയ്യാൻ കുറച്ച് ദൂരം മതി അല്ലെ, കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ സൈസ് കുറയുന്നതനുസരിച്ച് സ്പീഡും കൂട്ടാൻ പറ്റും. നൗ ഏരിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈസ് കുറയ്ക്കുകയാണ്. ദാറ്റ് ഇസ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് വയേഴ്സ് ഹാവ് ടു ബി shrunk, ഏറ്റവും ചുരുക്കി കുഞ്ഞതാക്കി in micrometer and nanometer sizes. This helps in reduced parasitic resistance, capacitance, etc. and less heat is also produced if it is less size. അപ്പം the movement of electrons കാരണമാണ് അവിടെ ഒരു heat energy is being produced. അപ്പോൾ നമ്മൾ കുറച്ച് ഇലക്ട്രോൺസ് ആണ് ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ there is lesser amount of heat generated obviously. This is the reason why lesser heat is produced in smaller ICs. In power consumption കാര്യം നോക്കാം. This is also interrelated. ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും interrelated ആണ്. Transistors tightly packed ആണെങ്കിൽ electrons are able to flow easily. കുറച്ച് എനർജി മതി ഇൻപുട്ട് for these electrons to move അല്ലേ. It delivers better performance at the same power wattage than older chips. അപ്പൊ അതാണ് നാനോമീറ്റർ ടെക്നോളജി, അല്ലെങ്കിൽ വളരെ ചെറിയ നാനോമീറ്റർ സൈസിലുള്ള ചിപ്പുകളുടെ ഒക്കെ പ്രത്യേകത. സ്മോളർ സൈസ് ആവുമ്പോൾ ഏരിയ സൈസ് കുറയുന്നതനുസരിച്ച് ഫാസ്റ്റർ പ്രോസസ്സിംഗ് ആണ്, സ്പീഡ് കൂടും, പവർ കൺസംഷനും കുറയും. അപ്പോൾ ഒരു ദ ലേറ്റസ്റ്റ് ആപ്പിൾസ് ചിപ്പാണ്, ഈ മാക്കിന്റെ ചിപ്പാണ് M1 എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് അബൌട്ട് 16 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ്. ഏറ്റവും കുറച്ച് പവർ മതി, ഏറ്റവും ചെറിയ സൈസ് ആണ്, ആൻഡ് ഇസ് ഓൾസോ ദ ഫാസ്റ്റസ്റ്റ്. ഇനി മെയിൻ things are this SAP, speed, area and power. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ, കോസ്റ്റും കൂടി. അപ്പാർട്ട് ഫ്രം ദീസ് സാപ്പ്, ഈ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടി ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് കോസ്റ്റ്? കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹാർഡ്വെയർ കോസ്റ്റ്, സർക്യൂട്ട് സൈസ്, ട്രാൻസിസ്റ്റർ കൗണ്ട്, എവറിത്തിങ് is important. പിന്നെ പെർഫോമൻസ് മെഷർ ഇൻ ദ സെൻസ് ലാറ്റൻസി. നമ്മൾ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ആ ഒരു താമസം, that is called latency. Throughput, that is efficiency, clock speed, everything should be considered for reduced cost chip. Energy cost measures എല്ലാം consider ചെയ്യണം. There should be minimum power dissipation, power supply and cooling requirements, everything should be considered. അതേപോലെ engineering cost in the sense design ചെയ്യാനുള്ള cost, ആ ഒരു സിമ്പിൾ ആയിട്ട് ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, എവറിത്തിങ് ഷുഡ് ബി കൺസിഡേർഡ്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, ഡെവലപ്മെന്റ് കോസ്റ്റ്, യൂണിറ്റ് പ്രൈസ്. ഇനി ഡിസൈൻ കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇറങ്ങാൻ എടുക്കുന്ന ആ ഒരു താമസം, ദാറ്റ് ഇസ് ടൈം ടു മാർക്കറ്റ് കോസ്റ്റ്, അവൈലബിൾ ബഡ്ജറ്റ്, എവറിത്തിങ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ദ കോസ്റ്റ് ഫാക്ടർ ഇൻ ഡിസൈനിങ് എ ചിപ്പ്. So coming to the trade-off decisions, നമ്മൾ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞു operating speed, size or area and power are very important. Apart from these, we have some other things that should be considered, or that should be the trade-off decisions while designing a chip.
അപ്പോൾ അതിൽ ഒന്നാണ് expandability. What do you mean by that? അപ്പോൾ നമുക്ക് the computer systems അല്ലെങ്കിൽ ഒരു ചിപ്പിന്റെ ability to accommodate more things. ഒരു ചിപ്പിന്റെ it's not computer system, it is the ability of a chip to accommodate more requirements. അപ്പോൾ അങ്ങനെ ഒരു റീഡിസൈൻ ചെയ്യണമെങ്കിൽ അവിടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇടണം. ദാറ്റ് ഈസ് എക്സ്പാൻഡബിലിറ്റി ഫാക്ടർ. എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇനി ബെറ്റർ ലാറ്റൻസി, ടൈം ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഡാറ്റ ഔട്ട്പുട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞതാക്കാൻ ശ്രമിക്കണം. ഇൻപുട്ട് കൊടുത്തു അപ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഡിസൈൻ. പ്രോഗ്രാമബിലിറ്റി, ദർ ഷുഡ് ബി ഈസ് ഓഫ് പ്രോഗ്രാമിംഗ്. മെയിൻറ്റെയിനബിലിറ്റി, ആ ഒരു ഡാമേജ് വരാതെ ആ ചിപ്പ് യൂസ് ചെയ്യാൻ പറ്റുക, that is maintainability. And compatibility in the sense interfacingum data കൊടുക്കലും ഡാറ്റ റിസീവലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പാറ്റബിൾ ആയിരിക്കണം. sufficient power levels വർക്ക് ചെയ്യാൻ പറ്റണം. all these things are considered in the case of compatibility. Adaptability in the sense there should be our input output capability, word length, computational speed, memory capacity, ഇത്തരം കാര്യങ്ങളെല്ലാം the ability of that chip to meet these functional requirements. നമ്മുടെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ചിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ these things should be achieved. പിന്നെ വരുന്ന അവൈലബിലിറ്റി ആൻഡ് റിലയബിലിറ്റി, the probability that the chip is operating satisfactorily. നമ്മൾ ഇതേപോലെ ഒരു ചിപ്പ് ഉണ്ടാക്കി ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടണം, റൈറ്റ്? Development cost in the sense of the shelf for hardware use, off the shelf hardware use. പിന്നെ അതേപോലെ പലതരത്തിലുള്ള കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോസ്റ്റ്, ഒരു വൺ ടൈം കോസ്റ്റിനെയാണ് ഈ NRE കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ലൈക്ക് നോൺ റിക്കറിംഗ് എഞ്ചിനീയറിംഗ് കോസ്റ്റ്. ഒരു ചിപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് തൊട്ട് ആ ചിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള ദാറ്റ് ഇസ് കോൾഡ് NRE കോസ്റ്റ് ഓർ നോൺ റിക്കറിംഗ് എഞ്ചിനീയറിംഗ് കോസ്റ്റ്. അത് ഒരു വൺ ടൈം കോസ്റ്റ് ആണ്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഡിസൈൻ ചെയ്യാൻ നമുക്ക് ചെലവ് ചെയ്യേണ്ടി വരുന്നില്ല. ദാറ്റ് ഇസ് എ വൺ ടൈം കോസ്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ ഈ ചിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് വീണ്ടും അത് കുറെ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് എ റിക്കറിംഗ് കോസ്റ്റ്. ഇനി IC cost is actually the cost of many things, that is package cost, test cost, die cost, shipping cost, and many things related to that. Now, in addition to these factors, there are many trade-offs that should be considered, like the precision, speed, capacity, weight of the chip, volume, and physical structure, power consumption, power dissipation, everything should be considered. So these are the things that have to be seen while designing a chip. അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു optimized design ഉണ്ടാക്കണം. And now what is the difference between optimized design and the trade-off? Trade-off എന്ന് പറയുമ്പോൾ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ trade-off എന്ന് പറഞ്ഞാൽ നമ്മൾ it is like ഒരു എന്തെങ്കിലും ഒരു പുതിയ ഫാക്ടർ ആഡ് ചെയ്യുന്നു or is improved. അപ്പൊ അതിന് നമ്മൾ വേറൊരു കാര്യം കുറച്ചും കൂടി വേഴ്സ് ആക്കുവാണ്. ഇപ്പം കോസ്റ്റ് കൂട്ടുമ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും. അപ്പൊ അവിടെ ഒരു രണ്ട് കാര്യങ്ങളിലും ഒരു ഡെവലപ്മെന്റ് വരുന്നില്ല. അതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഇംപ്രൂവ് ചെയ്യും, ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ അതർ ഫാക്ടർ. അതേസമയം ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈക്വലി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോവുക വിത്തൗട്ട് വേഴ്സണിങ് എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ്. അതാണ് ആ ഒരു ട്രേഡ് ഓഫും ഒപ്റ്റിമൈസേഷനും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് വാട്ട് വി നീഡ് ഈസ് ടു ഒപ്റ്റിമൈസ് ദ ഡിസൈൻ rather than trade off. Now coming to the techniques for optimizing speed. അപ്പോൾ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു ഡിജിറ്റൽ ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് സ്പീഡ്, ഏരിയ, പവർ, സാപ്പ്. അപ്പോൾ അതിൽ സ്പീഡ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വാട്ട് ഷുഡ് ബി ഡൺ? വി ഹാവ് ടു മാക്സിമൈസ് ദ ക്ലോക്ക് ഫ്രീക്വൻസി, improve the maximum clock frequency, latency ഏറ്റവും കുറവാക്കണം, and also throughput അല്ലെങ്കിൽ efficiency improve ചെയ്യണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള some techniques, just a few examples ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് പൈപ്പ്ലൈനിങ്, parallel processing, register balancing. So what do you mean by pipelining? അതായത് നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസി, മാക്സിമം ക്ലോക്ക് ഫ്രീക്വൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്, ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണ് പൈപ്പ്ലൈനിങ്.
do we do here? Continuous ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. That is called pipelining. അപ്പോൾ അവിടെ ഇടയ്ക്കൊരു ഡിലേ വരുന്നില്ല. Just like ഒരു modern day car assembly line in factories like car factories, manufacturing industry, huge assembly lines ഉണ്ടാവും അല്ലേ? അപ്പം and there are robotic arms to you mean collect or take these cars, and these cars moves ahead. അപ്പോൾ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ അപ്പോഴേക്കും റെഡി ആയിട്ട് നിൽക്കായിരിക്കും to be taken by this robotic arm. The same thing is being considered in pipelining in computer architecture too. അപ്പോൾ എന്താ അത്? നിങ്ങൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ച പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇസ് ബീയിങ് fetched. അപ്പം the first instruction നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും the one previous to it will be decoded. അതിനു മുമ്പത്തേത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. So there is no delay. അതാണ് പൈപ്പ്ലൈനിങ്. And then next you have the parallel processing, in which multiple outputs are computed in parallel in a clock period. ഒരേ ക്ലോക്ക് പീരീഡിൽ multiple outputs are computed. അങ്ങനെ ആ ഒരു പാരലലിസം അച്ചീവ് ചെയ്യുമ്പോൾ there is a faster throughput. I mean you get a more efficient അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ നടക്കും. നെക്സ്റ്റ് is register balancing. രജിസ്റ്റർ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കുറച്ച് രജിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യാം, നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഈ ലോജിക്ക്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കെ മാപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെയുള്ള പല മെത്തേഡ്സ് വെച്ച് വി ക്യാൻ റീഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് ലോജിക് എക്സ്പ്രഷൻ ടു ബാലൻസ് ദ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് സോ ദാറ്റ് ആ ഒരു വേഴ്സ്റ്റ് കേസ് ഡിലേ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. So these are a few examples. ഇതുപോലെ പല മെത്തേഡ്സ് ഉണ്ട്. You can just write one or two of them. ഇനി ടെക്നിക്സ് ഇൻ ഒപ്റ്റിമൈസിങ് ദ ഏരിയ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഒന്ന് റിസോഴ്സ് ഷെയറിംഗ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാം, ഇൻ വിച്ച് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് HCL കോഡ് ഫോർ ബൈ ഹാവിംഗ് ദ സിംഗിൾ ഫങ്ഷണൽ ബ്ലോക്ക് ഫോർ സെവറൽ ഓപ്പറേറ്റേഴ്സ്. പല ഓപ്പറേറ്റേഴ്സിനും സിംഗിൾ ഫങ്ഷണൽ ബ്ലോക്ക് മതി. അങ്ങനെയുള്ള റിസോഴ്സ് ഷെയറിംഗ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ലൈക്ക് ആഡേഴ്സ് ഉണ്ട്, ഒത്തിരി ആഡേഴ്സ് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. The same adder can be used for another module too. But transistor sizing is the next way of optimizing area. Why? Because transistor size korrekkum, I mean tightly packed ആയിട്ടുള്ള transistor size korrekkum thorum circuit ന്റെ area of course is reduced, and this also results in reduced size of the chip. Logical optimization. Logical optimization, that is again the same method of reducing the number of reducing the expression. A logic expression reduce cheya, a boolean expression reduce cheya, and equivalent ആയിട്ടുള്ള വേറെ representation circuit കൊണ്ടുവരിക. For that you can make use of many methods. നിങ്ങൾ SOP POS Karnaugh map ഒക്കെ പഠിച്ചിട്ടുണ്ട്. And one another method is Minkowski method or tabular method. അങ്ങനെ പല methods ഉണ്ട്. And multi-level logic optimization, in which you have to reduce the number of gates by factoring or reducing the non-critical path size, etc. In a circuit characteristics അനുസരിച്ച് you have sequential logic optimization methods and combinational logic optimization methods. Sequential എന്തൊക്കെയാണ്? State reduction, state encoding, etc. And then you can also use fast adders, efficient multipliers, etc. to optimize the area. അപ്പം വലിയ ബൾക്കി ആയിട്ടുള്ള ആഡേഴ്സും മൾട്ടിപ്ലയേഴ്സും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ലോജിക് ഒപ്റ്റിമൈസേഷന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ദിസ്? A XOR B നെ you can represent in two ways by which A XOR B can be represented. അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ A XOR B IC. അതല്ലാതെ ഇങ്ങനെയും വെക്കാം. This is just a simple example. ഇതുപോലെയല്ല നമ്മുടെ ചിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ വലിയ സർക്യൂട്ടുകളെയാണ് നമ്മൾ ഇതുപോലെ മിനിമൈസ് ചെയ്യുന്നത്. സർക്യൂട്ട് മിനിമൈസേഷൻ is also very important in this aspect. അങ്ങനെ വരുമ്പോൾ ത്രൂപുട്ടും എഫിഷ്യൻസിയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. And latency can be reduced. Throughput is the amount of data that is processed per clock cycle. അപ്പം
number of data, ഒരു clock cycle നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന number of data കൂടുതലായിരിക്കും. പവർ ഒപ്റ്റിമൈസേഷൻ ഞാൻ പറഞ്ഞു സാപ്പ് സ്പീഡ് ഏരിയ പവർ. അപ്പൊ മൂന്നാമത്തെ ആളാണ് പവർ. സോ പവർ ഷുഡ് ബി ഒപ്റ്റിമൈസ്. ഡൈനാമിക് പവർ ഫോർ ഡിജിറ്റൽ സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ P is equal to C into V squared into F അല്ലേ. where C is the capacitance, load capacitance, V is the load voltage and F is the frequency. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്താൽ നമുക്ക് പവർ ഒപ്റ്റിമൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രാൻസിസ്റ്റർ സൈസിങ്ങിന് നമുക്ക് പവർ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് ഓരോ ഗേറ്റിന്റെ അല്ലെങ്കിൽ ഓരോ ട്രാൻസിസ്റ്ററിന്റെ സൈസ് കുറയ്ക്കുന്ന അനുസരിച്ച് അതിൽ കൂടെ പോകുന്ന കറണ്ട്, അതിൽ ഒരു ട്രാൻസിസ്റ്ററിന് അടുത്ത ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്ന കറണ്ടിന്റെ ആ ഒരു ഡിസ്റ്റൻസും കുറയും when the chip itself is small. അതേപോലെ വോൾട്ടേജ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. വാട്ട് ഇസ് ദാറ്റ്? നമ്മൾക്ക് ലോവർ സപ്ലൈ വോൾട്ടേജ് ആകുമ്പോൾ ലെസർ പവർ ആണ്. നമുക്ക് ലോവർ സപ്ലൈ വോൾട്ടേജ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ലെസർ പവർ കൺസംഷൻ, ബട്ട് ഇറ്റ് ബിക്കംസ് ലോവർ. പിന്നെ വോൾട്ടേജ് ഐലൻഡ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതായത് ഡിഫറെന്റ് ബ്ലോക്സിലും ഡിഫറെന്റ് വോൾട്ടേജ് കൊടുക്കാം. എന്നിട്ട് അപ്പൊ എല്ലാത്തിനും ഒരേ വോൾട്ടേജ് അല്ലാതെ ഡിഫറെന്റ് ബ്ലോക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് മോഡ്യൂൾസ് വിൽ ഹാവ് ഡിഫറെന്റ് വോൾട്ടേജസ് ദാറ്റ് ക്യാൻ ഓൾസോ സേവ് പവർ. ഇനി ചില സർക്യൂട്ടിന് കൂടുതൽ പവർ വോൾട്ടേജ് വേണമായിരിക്കും, ചിലതിന് കുറച്ച് വേണമായിരിക്കും. ഡിപെൻഡിങ് ഓൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്. ഇനി ക്ലോക്ക് ഗേറ്റിംഗ് ഇസ് അനദർ ഓപ്ഷൻ ഇൻ വിച്ച് പവർ ക്യാൻ ബി റെഡ്യൂസ്. ദാറ്റ് ഇസ് ഫ്രീക്വൻസി, ദാറ്റ് എഫിന്റെ വാല്യൂ നമുക്ക് കുറച്ച് കൊടുക്കാം. ക്ലോക്ക് ഗേറ്റിംഗ് ഇറ്റ് ഇസ് എ ടെക്നിക് വെയർ ക്ലോക്ക് സിഗ്നൽസ് വേണമെങ്കിൽ മാത്രം ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കുക. അല്ലാത്തപ്പോൾ സർക്യൂട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ ക്ലോക്ക് നമ്മൾ ഓഫാക്കി വെക്കുക. That is also a method of power dissipation reduction. Now another method is state encoding, which we will be learning in the coming sessions. But state encoding or finite state machines is also a method of power optimization. In a digital system design, you have to consider many things in a digital system design. That is, നമുക്ക് ആ ഒരു മോഡുലാർ ഡിസൈൻ മെത്തഡോളജി ഉപയോഗിക്കണം. അതായത് പല മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം മൊത്തത്തിൽ പല മോഡ്യൂൾസ് ആയിരിക്കും. യു ഡീകമ്പോസ് ദീസ് മോഡ്യൂൾസ് ഇൻ ടു ഡിഫറെന്റ് ഗേറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു ഗേറ്റ് ലെവലിലേക്ക് കൊണ്ടുവരും. ഈവൻ സ്മോളർ അബ്സ്ട്രാക്ഷൻ ആണ് സർക്യൂട്ട് ആൻഡ് ICs ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ യു ഹാവ് ടു ഹാവ് എ വെൽ ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് കോമ്പണൻസ്. ഓരോ മോഡ്യൂളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓരോ മോഡ്യൂളിൽ ഓരോ സർക്യൂട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, എവറിത്തിങ് ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ്, ക്ലിയർലി ഡിഫൈൻഡ്. നമ്മൾ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് EDA tools, in the sense electronic design automation tools, which is actually hardware description language, അതിന് വേണ്ടിയിട്ടുള്ള Verilog or whatever. അപ്പോൾ ഡിസൈൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ വി സ്റ്റാർട്ട് വിത്ത് ദ റിക്വയർമെന്റ്സ് ആൻഡ് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻസ്. ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. എന്ത് സാധനം ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു അതിന് നമ്മളുടെ ഐഡിയ വെച്ച് വി ഹാവ് സം റിക്വയർമെന്റ്സ്, റൈറ്റ്? അപ്പൊ അതിനെല്ലാം ക്ലിയർലി ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഷുഡ് ബി പ്രിപ്പയർഡ്. ഈ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. യു ഹാവ് ടു സെലക്ട് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓർ ദോസ് കൺട്രോൾ വേരിയബിൾസ്. പിന്നെ ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻസ്, എവറിത്തിങ് ഷുഡ് ബി ക്ലിയർലി ഡിസ്ക്രൈബ്ഡ്. അത് കഴിഞ്ഞ് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ആ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷനിലേക്ക് നമ്മൾ എത്തണം. ആൻഡ് ദീസ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ്. അപ്പോൾ ഒരു IC ഡിസൈൻ, ഏതൊരു IC ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വൺ ഇസ് you need to have the idea or specification, then register transfer level, functional, and then you have the functional verification, synthesis, physical design and fabrication. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സിമുലേഷൻ ചെയ്ത് നോക്കാം whether our output is as expected or not. അപ്പോൾ ഒരു ഡിസൈൻ ഹൈറാർക്കിയിൽ ഞാൻ പറഞ്ഞു the basic part is always the transistors. Many transistors together form the circuit. Many circuits together form the logic gates. Many logic gates together form the modules, or what you call the register transfer level, in which the output of one register will be given to another, and
There is transfer of data. And these many modules then combine to form the system, whole system. അപ്പം ഇനി ഇതിന്റെ ഡിസൈൻ പാർട്ട് is mainly we have two major algorithm design approaches. Algorithm design രണ്ട് തരത്തില് top down approach and bottom up approach. Top down approach പേര് പോലെ തന്നെ you basically divides a complex problem into multiple smaller parts. ഒരു main problemത്തിനെ നമ്മൾ പല modules ആയിട്ട്, this is the main problem which is divided into certain different modules. ഓരോ മോഡ്യൂൾസിനെയും ഓരോ even further smaller modules ആയിട്ട് നമ്മൾ divide ചെയ്ത് decompose ചെയ്ത് and finally you make or prepare the code. While coming to the bottom up approach in design, what happens here is it is the opposite of top down. ഇവിടെ നമ്മൾക്ക് we know what should be made. അപ്പോൾ നമുക്ക് we have the smaller modules which should be അല്ലെങ്കിൽ sub modules നെ എല്ലാം combine ചെയ്ത് you can form modules and modules finally integrate to form the whole system. രണ്ട് മെത്തേഡ്സിലും design is possible. Now I told you about the design methodology. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ you have the idea or specification, RTL design, functional verification, synthesis, physical design and fabrication. അപ്പോൾ idea അല്ലെങ്കിൽ നമ്മുടെ requirement എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. And we have the RTL design, register transfer level design, and then we do the functional verification by the functional simulation. Synthesis part is done. Then go to the in which you have gate level simulation and we see the output of the design or code. അത് കഴിഞ്ഞ് നമ്മൾ we complete the synthesis and then go for the physical design and finally fabrication of the IC. അപ്പോൾ ഈ ഇതിന്റെ ഒരു flow chart based approach is explained. Please listen. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ വേണം. After getting the requirements, you go for the HTL source or code. എന്തെങ്കിലും HTL code അല്ലെങ്കിൽ schematic can be obtained. ഇനി depending on that, we do the function and we complete the code and then go for the functional simulation or verification. അവിടെ ഒരു behavioral check syntax ചെയ്യാറുണ്ട് verilog program ചെയ്യുമ്പോൾ അല്ലേ? അങ്ങനെ ആ ഒരു we check the syntax and do the simulation part, and if our code is error free, you go for the next step. We have the logic synthesis part. The logic synthesis part is done in which this HTL or the schematic is converted into a netlist of actual gates and blocks. നമ്മുടെ FPGA യിൽ കണക്ട് ചെയ്യാനുള്ള actual blocks ആക്കി അല്ലെങ്കിൽ netlist of gates ആക്കി മാറ്റും. And then we give the technology mapping followed by placement, routing and translate, placement, routing. അങ്ങനെ മൂന്ന് സ്റ്റെപ്സ് ഇതിന്റെ ഇടയ്ക്കുണ്ട്. Translate, placement and routing, and then we go. അപ്പം ഇതിന്റെ ഇടയ്ക്ക് we can do the timing simulation, and once our project is routed, we download the bit stream that is generated into an FPGA. ഈ പ്രോഗ്രാമിനെ നമ്മൾ ഒരു ബിറ്റ് സ്ട്രീം ആക്കി കൺവേർട്ട് ചെയ്ത് ആ ബിറ്റ് സ്ട്രീം ആണ് നമ്മൾ FPGA യിലേക്ക് കൊടുക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നത്. And depending on the bit stream that is the input to the FPGA, you get the output. Now coming to the design options and technology overview. Design options എന്തൊക്കെയാണ്? We have basically two types of integrated circuits. We have ASIC and field programmable ICs. ASIC can be again classified into full custom, semi-custom and gate array based ICs. While in field programmable ICs, we have programmable logic devices and CPLDs. Programmable logic devices can be again classified as ROM, PAL and PLA. We will be learning about all of these in detail. എല്ലാം detailed ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. And now coming to the next type is FPGAs. FPGA and then field programmable gate arrays that can be of three types: one-time programmable, non-volatile programmable or flash EEPROM, and volatile programmable or SRAM based FPGAs. So these are the three types. Now coming to ASIC, application specific integrated circuits.
അപ്പം ഇത് മൂന്ന് തരത്തിലാണുള്ളത്: ഫുൾ കസ്റ്റം, സ്റ്റാൻഡേർഡ് സെൽ ASIC ആൻഡ് ഗേറ്റ് അറേ ASIC. Coming to the design options, അപ്പം FPGAയുടെയും ASIC-ന്റെയും ആ ഒരു difference in the design options can also be considered. ഇവിടെ വോളിയം ഓഫ് പ്രൊഡക്ഷനും ആ ഒരു കോസ്റ്റും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ യു ക്യാൻ സീ. അപ്പം ഇതിൽ യൂസബിലിറ്റി അനുസരിച്ചും ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചും വിച്ച് ഇസ് മോർ യൂസബിൾ ആൻഡ് വിച്ച് ഇസ് മോർ ഫ്ലെക്സിബിൾ ഇൻ ഡിസൈൻ, ദാറ്റ് ഇസ് ഗിവൺ ഹിയർ. ഏറ്റവും കൂടുതൽ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് ഫുൾ കസ്റ്റം ASIC-നാണ്, while it is design flexibility is very less in case of PLDs, programmable logic devices, but usability is more in case of PLDs. Full custom design, അതായത് the components to be designed are verified from the transistor level. ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ആപ്പിൾ പോലെയുള്ള ഒരു മൊബൈൽ phone company, what they do is they have the full custom design. അപ്പോൾ അവരൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് they do start the device from the basic transistor level. അപ്പോൾ അവരുടെ ആ ഒരു ഡിസൈൻ ഇസ് ഫ്രം ദ ട്രാൻസിസ്റ്റർ ലെവൽ. അവിടെ ഏറ്റവും മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും, സോ ദാറ്റ് ദേ ക്യാൻ ഒപ്റ്റിമൈസ് ദ ഏരിയ, ഒപ്റ്റിമൈസ് സ്പീഡ് ആൻഡ് പവർ. അപ്പം അവർക്ക് ആ ഒരു ഫുൾ കസ്റ്റം IC എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആപ്പിൾ പോലെയുള്ള ഒരു ആപ്പിൾ ഐഫോൺസ് ആർ ഓൾ സോ കോസ്റ്റ്ലി. അപ്പോൾ അവര് ദേ ക്ലെയിം ദെയർ ICs ആർ ഓഫ് സച്ച് എ ക്വാളിറ്റി. അവർ ആ ട്രാൻസിസ്റ്റർ ലെവലിൽ നിന്ന് ഡിസൈൻ ചെയ്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് ദയർ യൂണീക്നെസ്. അപ്പം ഓരോ സർക്യൂട്ട് എലമെന്റും വളരെ കെയർഫുള്ളി അവർ ഡിസൈൻ ചെയ്യുന്നതാണ്, ഓർ produced with a huge design effort and with the higher NRE cost, non-recurring cost, design cost and installation cost, everything, and they have high performance and it's very expensive, very risky, because they take so much of time to complete this project. അപ്പം ഒരു നോർമലി ആപ്പിൾ കമ്പനി ഒന്നും എപ്പോഴും പുതിയ ഫോണുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വെർഷൻസ് ആർ നോട്ട് ബീങ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. വർഷത്തില് they will have just 1 or 2 അല്ലേ. But that is the speciality of full custom design, and that is why they are said to be very costly. Now coming to semi-custom design. Semi-custom designs ആണെങ്കിൽ unlike the full custom, ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസൈൻഡ് ഓർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോഡ്യൂൾ, ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡ്യൂൾ ഉണ്ടായിരിക്കും. ദാറ്റ് മേ ബി ഒരു ഫുൾ കസ്റ്റമായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡ്യൂൾ. അങ്ങനത്തെ പല മോഡ്യൂൾസ് എല്ലാം ജോയിൻ ചെയ്യുന്നു, ഓർ ദേ മേക്ക് യൂസ് ഓഫ് സച്ച് മോഡ്യൂൾസ്, ഓർ പേര് പോലെ തന്നെ സെമി കസ്റ്റം ആണ്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടുന്ന അഡീഷൻസ് ചെയ്യാം. നമ്മുടെ പുതിയ ഫോണുകളുണ്ട്, ഒപ്പോ, വിവോ പോലെയുള്ള ഫോൺസ് ഒക്കെ ദേ മേക്ക് യൂസ് ഓഫ് ദി സെമി കസ്റ്റം ഡിസൈൻ. They already have the modules that will be integrated together, so that അവര് ഈ പറയുന്ന പോലെ ട്രാൻസിസ്റ്റർ ലെവലിലുള്ള ആ ഒരു പെർഫെക്ഷൻ ഒന്നും അവർ ക്ലെയിം ചെയ്യത്തില്ല, or performance is not up to the mark as compared to the former ones. In the sense, ആപ്പിൾ പോലെയുള്ള കമ്പനികളുടെ പോലെ അത്രയും performance of semi-custom design is not as perfect. Now, these are a few differences between full custom and semi-custom design. In full custom, all mask layers are customized in full custom design. Our what you call mask, അല്ലെങ്കിൽ ആ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു മോൾഡ് എന്ന് പറയാം. It uses pre-designed logic cell, അല്ലെങ്കിൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് modules ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് semi-custom designൽ, right? In full custom design, all logic cells and circuits are specifically designed, and they are not using any pre-tested, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചതൊന്നും ഉപയോഗിക്കലല്ല full custom designന്റെ പ്രത്യേകത. While these semi-custom make use of pre-tested characterized cells, and this approach is considered only when there is no suitably existing one. നമ്മൾ പുതിയ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പോലെ വളരെ they take so much of time, they take so much of effort and so much of money. Semi-custom is widely used, offers high performance at lower cost as compared to semi-custom. They are more cost but low performance,
And in full custom, design time and complexity is more. Design time and complexity is less in case of semi-custom. Examples are here: microprocessor, Apple iPhone. Okay, while in semi-custom phones like in design, it is like mobile phones like these. So thank you. That's all. Thank you for listening.